മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ അല്ലെങ്കിൽ മോസ്റ്റ് ഇഫക്റ്റീവ് സെക്ഷൻ ഓഫ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എന്താണ് ഒരു മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ എന്ന് നോക്കാം. എ ചാനൽ സെക്ഷൻ ഈസ് കൺസിഡർഡ് ടു ബി ദ മോസ്റ്റ് എക്കണോമിക്കൽ ഓർ മോസ്റ്റ് എഫിഷ്യൻറ്റ് വെൻ ഇറ്റ് ക്യാൻ പാസ് എ മാക്സിമം ഡിസ്ചാർജ് ഫോർ എ ഗിവൺ ക്രോസ് സെക്ഷൻ ഏരിയ, റെസിസ്റ്റൻസ് കോഎഫിഷ്യൻറ്റ് ആൻഡ് ബോട്ടം സ്ലോപ്പ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കോൺസ്റ്റൻറ്റ്, അതേപോലെ റെസിസ്റ്റൻസ് കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് അത് എഫ് കോൺസ്റ്റൻറ്റ് ആൻഡ് ബോട്ടം സ്ലോപ്പ് എസ് കോൺസ്റ്റൻറ്റ്. ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഏത് കണ്ടീഷനിലാണ് അവിടുത്തെ ഡിസ്ചാർജ് മാക്സിമം ആകുന്നത്, ആ കണ്ടീഷനെയാണ് നമ്മൾ മോസ്റ്റ് എക്കണോമിക്കൽ ചാനൽ എന്ന് വിളിക്കുന്നത്. സപ്പോസ് യു ഹാവ് എ റെക്റ്റാങ്കുലർ ഷേപ്ഡ് ചാനൽ, ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് ചാനലുണ്ട്. അതിൻ്റെ ബോട്ടം വിഡ്ത്ത് ലെറ്റ് ഇറ്റ് ബി സ്മോൾ ബി എന്നിരിക്കട്ടെ, സ്മോൾ ബി. അതിൻ്റെ ഡെപ്ത് ഓഫ് ഫ്ലോ y എന്നും ഇരിക്കട്ടെ. So what will be the area of cross section? A will be equal to rectangular section അപ്പം ലെങ്ത് ഇൻറ്റു ബെഡ്ത്ത്, അതായത് ബി ഇൻറ്റു വൈ, ബി വൈ എന്നായിരിക്കും അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. സോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് ഫിക്സ്ഡ്. പിന്നെ എന്താണ് ബോട്ടം സ്ലോപ്പ് എസ് ഈസ് ഫിക്സ്ഡ്. അതേപോലെ ഫ്രിക്ഷൻ ഫാക്ടർ എഫ് ഈസ് ഫിക്സ്ഡ്. ഈ മൂന്ന് കാര്യം ഏരിയ ഈസ് ഈക്വൽ ടു ബി വൈ, അതേപോലെ സ്ലോപ്പ് ഫിക്സ്ഡ് ആണ്, റെസിസ്റ്റൻസ് കോഎഫിഷ്യൻറ്റും ഫിക്സ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ഇതിൽ മാക്സിമം ഡിസ്ചാർജ് വരിക? അപ്പം ഇതെല്ലാം ഫിക്സ് ആണ്. ഇനി എന്താ മാറാൻ പറ്റുന്നത്? ഇനി മാറാൻ പറ്റുന്നതാണ് ഈ ബിയും വൈയും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ. അത് മാത്രമേ മാറാൻ ചാൻസ് ഉള്ളൂ. സപ്പോസ് ലെറ്റ് ബി ഈസ് ഈക്വൽ ടു 3 എന്നിരിക്കട്ടെ ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 2 എന്നിരിക്കട്ടെ. അപ്പോൾ ബി 3യും വൈ 2 ആണെങ്കിൽ ഏരിയ എത്രയായിരിക്കും? ഏരിയ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു വൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2, ദാറ്റ് ഈസ് 6 എന്ന് വരും. സോ ഏരിയ 6 ആകണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഏരിയ ഷുഡ് ബി കോൺസ്റ്റൻറ്റ്, ഏരിയ 6 ആണെന്നേ ഉള്ളൂ. ഇതെങ്ങനെ വരാം? ബി ഈസ് ഈക്വൽ ടു 2ഉം ബി ഈസ് ഈക്വൽ ടു 2ഉം വൈ ഈസ് ഈക്വൽ ടു 3യും ആയെന്നിരിക്കട്ടെ. അപ്പോഴും ഏരിയ എത്രയാണ്? 3 ഇൻറ്റു 2, 2 ഇൻറ്റു 3 അഗെയിൻ 6 ആണ്. ഇനി അതല്ല, ഇനി കോമ്പിനേഷൻ എടുക്കാം. ബി എന്നുള്ളത് 2.5, ബി എന്നുള്ളത് 2.5ഉം വൈ എന്നുള്ളത് 1.5 ആണെന്നിരിക്കട്ടെ. വൈ എന്നുള്ളത് 1.5 ആണെന്നിരിക്കട്ടെ. അപ്പോഴും എത്രയാണ്? 2.5 ഇൻറ്റു 1.5 ഇറ്റ് ഈസ് 6 ആണ്. സോ ഏരിയ 6 ആണ്. അപ്പം അതാണ് പല കോമ്പിനേഷൻസ് അങ്ങനെ എടുക്കാം. അങ്ങനെ ഏത് കോമ്പിനേഷൻ എടുക്കുമ്പോഴാണോ മാക്സിമം ഡിസ്ചാർജ് പോകുന്നത്, ആ ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷനുള്ള സെക്ഷനാണ് നമ്മൾ മോസ്റ്റ് എക്കണോമിക് സെക്ഷൻ എന്ന് പറയുന്നത്. സോ ഏരിയ കോൺസ്റ്റൻ്റ് ആക്കുക, സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആക്കുക, ഫ്രിക്ഷൻ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഫാക്ടർ കോൺസ്റ്റൻ്റ് ആക്കുക. എന്നിട്ട് കോൺസ്റ്റൻ്റ് ആയ ഏരിയയെ ബിയും വൈയും തമ്മിലുള്ള ആ റിലേഷൻ, അത് ഏതൊരു പെർട്ടിക്കുലർ റിലേഷൻ വരുമ്പോഴാണോ മാക്സിമം ഡിസ്ചാർജ് വരുന്നത് നോക്കുക. അതിനെയാണ് നമ്മൾ മോസ്റ്റ് എഫിഷ്യൻ്റ് അല്ലെങ്കിൽ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തെന്താണ്? ഡിസ്ചാർജ് ഈസ് മാക്സിമം വെൻ വെലോസിറ്റി ഓഫ് ഫ്ലോ ഈസ് മാക്സിമം. ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡിസ്ചാർജ് ക്യൂ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു വി, ഏരിയ ഇൻറ്റു വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റി കൂടുമ്പം ഡിസ്ചാർജ് കൂടണം. സോ അതാണ് ഡിസ്ചാർജ് ഈസ് മാക്സിമം വെൻ വെലോസിറ്റി ഓഫ് ഫ്ലോ ഈസ് മാക്സിമം. ദെൻ ഫ്രം ചെസിസ് formula and Manning's formula, it can be seen that for a given value of slope and surface roughness, the velocity is maximum when hydraulic radius is maximum. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? ഒരു ചാനൽ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഡിസ്ചാർജ് ക്യൂ ഈസ് ഈക്വൽ ടു A into V, ഏരിയ ഇൻറ്റു വെലോസിറ്റിയാണ്. therefore Q becomes maximum when velocity becomes maximum. നമ്മൾ പറഞ്ഞു കോൺസ്റ്റൻറ്റ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഏരിയ ഇനി നോക്കേണ്ട ആവശ്യമില്ല. അപ്പം Q becomes maximum when velocity becomes maximum. ഇനി എപ്പോഴാണ് വെലോസിറ്റി മാക്സിമം ആകുന്നത്? വെലോസിറ്റി ഇക്വേഷൻ എന്തായിരുന്നു? വെലോസിറ്റി V is equal to C into root of RS. Again C is a constant, S is constant, അപ്പം മാറുന്നില്ല. പിന്നെ സ്ലോപ്പാണ് S. അത് നമ്മൾ പറഞ്ഞു, നമ്മൾ എക്കണോമിക്കൽ സെക്ഷൻ ഡെഫിനിഷൻ തന്നെ പറഞ്ഞു, ഏരിയ കോൺസ്റ്റൻറ്റ്, റെസിസ്റ്റൻസ് കോഎഫിഷ്യൻ്റ് കോൺസ്റ്റൻറ്റ്, സ്ലോപ്പ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ സ്ലോപ്പും കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ബാക്കി വരുന്നത് എന്താണ്? വെലോസിറ്റി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ആറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ വെലോസിറ്റി ഇൻക്രീസസ് ആസ് ആർ ഇൻക്രീസസ്. സോ എന്താണ്? ക്യൂ ഇൻക്രീസസ് ആസ് വി ഇൻക്രീസസ്. എപ്പോഴാണ് വി ഇൻക്രീസ് ചെയ്യുന്നത്? വി ഇൻക്രീസസ് ആസ് ആർ ഇൻക്രീസസ്. ഇനി എന്താണ് ആർ ഈസ് ഈക്വൽ ടു A by T ആണ്. Again, area is
കോൺസ്റ്റൻറ്റ്. അപ്പം ഏരിയ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നത് പെരിമീറ്റർ ആണ്. അപ്പം ആർ എപ്പോഴാണ് മാക്സിമം ആവുന്നത്? ആർ ബിക്കംസ് മാക്സിമം വെൻ പെരിമീറ്റർ ബിക്കംസ് മിനിമം. കാരണം പെരിമീറ്റർ ബിലോ ഡിനോമിനേറ്ററിലാണ്. അപ്പം ഡിനോമിനേറ്റർ കുറയുമ്പോഴാണ് ന്യൂമിനേറ്റർ കൂടുന്നത്, അല്ലെങ്കിൽ ആറ് കൂടുന്നത്. സോ ആറ് കൂടണമെങ്കിൽ പി ഷുഡ് ബി മിനിമം. അപ്പോൾ അതാണ് നമ്മുടെ കണ്ടീഷൻ ഫോർ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ. എന്തായിരുന്നു? മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ മീൻസ് discharge is maximum, that is Q should be maximum. Q എപ്പോഴാണ് മാക്സിമം ആകുന്നത്? when V becomes maximum. V എപ്പോഴാണ് മാക്സിമം ആകുന്നത്? when R becomes maximum, because സിയും എസും കോൺസ്റ്റൻ്റ് ആണ്. ഇനി R എപ്പോഴാണ് മാക്സിമം ആകുന്നത്? when P becomes minimum. അപ്പം P മിനിമം എന്ന കണ്ടീഷൻ കണ്ടുപിടിച്ചാൽ എന്തായി? മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ ആയി. അതാണ് എഴുതിയിരിക്കുന്നത്. From Jessie's and Manning's formula, it can be seen that for a given value of slope and surface toughness, velocity is maximum when hydraulic radius R is maximum. Area being constant, hydraulic radius becomes maximum when perimeter is minimum. These conditions are used to determine dimension of an economical section. ഇനി മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ ഏതിലൊക്കെ ആകാം? റെക്റ്റാങ്കുലർ സെക്ഷൻ ആവാം, ട്രപ്പിസോയിഡൽ സെക്ഷൻ ആവാം, ട്രയാങ്കുലർ ചാനൽ സെക്ഷൻ ആവാം. ഫസ്റ്റ് നമുക്ക് നോക്കാം മോസ്റ്റ് എഫിഷ്യൻറ്റ് റെക്റ്റാങ്കുലർ ചാനൽ സെക്ഷൻ തന്നെ നോക്കാം. സോ മോസ്റ്റ് എക്കണോമിക്കൽ ഓർ മോസ്റ്റ് എഫിഷ്യൻറ്റ് റെക്റ്റാങ്കുലർ ചാനൽ സെക്ഷൻ. അപ്പം കൺസിഡർ റെക്റ്റാങ്കുലർ ചാനൽ സെക്ഷൻ ഓഫ് ബോട്ടം വിഡ്ത്ത് ബി, ബോട്ടം വിഡ്ത്ത് ക്യാപിറ്റൽ ബി, ഡെപ്ത് ഓഫ് ഫ്ലോ വൈ, ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഇനി വാട്ട് വിൽ ദ വെറ്റഡ് ഏരിയ? ഏരിയ വിൽ ബി ഈക്വൽ ടു റെക്റ്റാങ്കിൾ ആണ്, അപ്പം ബി ഇൻറ്റു വൈ, ഏരിയ വിൽ ബി ഈക്വൽ ടു ബി വൈ. വാട്ട് വിൽ ദ വെറ്റഡ് പെരിമീറ്റർ? വെറ്റഡ് പെരിമീറ്റർ എന്തായിരിക്കും? ബി പ്ലസ് 2y, ലെഫ്റ്റ് സൈഡിലൊരു വൈ, താഴത്തൊരു ബി, റൈറ്റ് സൈഡിലൊരു വൈ. വെറ്റഡ് പെരിമീറ്റർ മീൻസ് ഫ്ലോ ഒഴുകുന്ന അത് മാത്രം നോക്കിയാൽ മതി. എത്ര ചാനലിൻ്റെ എത്ര സൈഡ്സിൽ ടച്ച് ചെയ്ത് ഫ്ലോ പോകുന്നു. അപ്പോൾ എന്താ, ലെഫ്റ്റ് സൈഡിൽ ആ ഒരു വൈയിൽ ടച്ച് ചെയ്യും, താഴത്ത് ബി ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു വൈ ഉണ്ട്. അപ്പോൾ ബി പ്ലസ് 2y, ദാറ്റ് ഈസ് എ വെറ്റഡ് പെരിമീറ്റർ പി. ഇനി ഫ്രം 1, ഇക്വേഷൻ നമ്പർ 1 നമുക്ക് എന്തെടുക്കാൻ പറ്റും? ബി ബിക്കംസ് ബോട്ടം വിഡ്ത്ത് ബി ഈസ് ഈക്വൽ ടു എ ബൈ വൈ എന്ന് കിട്ടി. ഇത് കൊണ്ടുപോയി നമ്മൾ ഇക്വേഷൻ നമ്പർ 2ലേക്ക് ഇട്ട് കൊടുത്തു. പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് 2y ആണ്. നമുക്കറിയാം ബി ഈസ് ഈക്വൽ ടു എ ബൈ വൈ നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. സോ വാട്ട് ഹാപ്പൻസ്? പി ബിക്കംസ് ഈക്വൽ ടു എ ബൈ വൈ പ്ലസ് 2y എന്ന് കിട്ടും. ദ ചാനൽ ഈസ് കൺസിഡേഴ്സ് മോസ്റ്റ് എക്കണോമിക്കൽ വെൻ വെറ്റഡ് പെരിമീറ്റർ ഈസ് മിനിമം. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു വെറ്റഡ് പെരിമീറ്റർ മിനിമം ആകുമ്പോഴായിരിക്കും ചാനൽ മോസ്റ്റ് എക്കണോമിക്കൽ ആകുന്നത്. സോ ഈ പി നമ്മളിപ്പോൾ എഴുതുക പി ഈസ് ഈക്വൽ ടു എ ബൈ വൈ പ്ലസ് 2y. അപ്പോൾ ആ പി ഷുഡ് ബി മിനിമം. പി മിനിമം എന്ന കണ്ടീഷൻ ആയാൽ എന്തായി? എക്കണോമിക്കൽ സെക്ഷൻ്റെ കണ്ടീഷനായി. അപ്പം കൺസിഡറിങ് ഏരിയ ഇസ് കോൺസ്റ്റൻറ്റ് ഫോർ വെറ്റഡ് പെരിമീറ്റർ ടു ബി മിനിമം. അപ്പോൾ പി മിനിമം ആണെങ്കിൽ എന്തായിരിക്കണം? മിനിമം മീൻസ് ഇനി അത് കുറയില്ല. മിനിമം ആൻഡ് മാക്സിമം അതിൻ്റെ അർത്ഥം എന്താണ്? മാക്സിമം മീൻസ് മാക്സിമം എത്തിക്കുന്നു, ഇനി അത് കൂടില്ല. മിനിമം മീൻസ് മിനിമം എത്തിക്കുന്നു, ഇനി അത് കുറയില്ല. സോ ഇനി ചേഞ്ച് ഉണ്ടാകാൻ പോകുന്നില്ല. ചേഞ്ച് ഉണ്ടാകുന്നില്ല മീൻസ് ചേഞ്ച് സീറോ മീൻസ് ഡെറിവേറ്റീവ് 0. dp by dy is equal to 0. ഡെറിവേറ്റീവ് ഓഫ് p with respect to depth is 0 ആണ് ഇനി. സോ dp by dy is equal to 0. പിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? a by y plus 2y. അതിനെ ഡെറിവേറ്റീവ് എടുക്കുക, dp by dy എന്ത് വരും? ഏരിയ ഈസ് കോൺസ്റ്റൻറ്റ്, അപ്പോൾ ഏരിയ പുറത്തെടുക്കാൻ പറ്റും. ഓക്കെ, a by y plus 2y. a by y plus 2y ഇത് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കാൻ പോകുന്നത്. അപ്പം d by ഇത് നമ്മൾ ഡെറിവേറ്റീവ്, ഇതാണ് പി, ദിസ് ഈസ് പി. ഇതിനെ വിത്ത് റെസ്പെക്ട് ബൈ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്തായിരിക്കും? dp by dy ഈസ് ഈക്വൽ എന്ത് കിട്ടും? dp by dy ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഏരിയ ഈസ് കോൺസ്റ്റൻറ്റ്, അപ്പോൾ എ വിൽ ബി ഹിയർ. പിന്നെ 1/y ഡെറിവേറ്റീവ് എന്തായിരിക്കും? d by dy ഓഫ് 1/y എന്തായിരിക്കും? മൈനസ് 1/y
വൈ സ്ക്വയർ. അപ്പോൾ എന്താണ് -1/y². അപ്പോൾ എന്താണ് a × -1/y² പ്ലസ് 2y ഡെറിവേറ്റീവ് എന്തായിരിക്കും d/dy ഓഫ് 2y. 2 ഈസ് എ കോൺസ്റ്റൻറ്റ്, അപ്പം 2 × d/dy ഓഫ് y, ദാറ്റ് ഈസ് 1. അപ്പോൾ ഇത്രയും കിട്ടും. dp/dy ഈസ് ഈക്വൽ ടു -a/y² പ്ലസ് 2 -a/y² പ്ലസ് 2 എന്ന് കിട്ടും. എന്ത് dp/dy എന്നുള്ളത്. നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? p ഈസ് മിനിമം, ദാറ്റ് ഈസ് dp/dy ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു 0. ഈസ് ഈക്വൽ ടു 0 മീൻസ് എന്താണ്? ഇത് -a/y² പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ -a/y² അപ്പുറം പോയാൽ എന്ത് പറ്റും? 2 ഈസ് ഈക്വൽ ടു a/y². ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പറ്റും 2y² ഈസ് ഈക്വൽ ടു a എന്ന് വരും. 2y² ഈസ് ഈക്വൽ ടു a എന്ന് വരും. എന്താണ് a? a ഈസ് ഈക്വൽ ടു എന്താണ്? a ഈസ് ഈക്വൽ ടു b × y ആണ്. അപ്പം എക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? b × y എന്ന് കൊടുക്കാം. എക്ക് വരെ b × y എന്ന് കൊടുക്കാം. ഈ വൈയും y² ക്യാൻസൽ ആയിപ്പോയി. സോ വാട്ട് യു ഗെറ്റ്? b ഈസ് ഈക്വൽ ടു 2y. ദിസ് ഈസ് എ കണ്ടീഷൻ ഫോർ most economical section. Bottom width b should be equal to twice the width. b is equal to 2y. b is equal to 2y. That's a condition for most economical rectangular section. b is equal to y, അല്ലെങ്കിൽ y is equal to b/2. depth should be equal to half of width. അതാണ് മോസ്റ്റ് എക്കണോമിക്കൽ റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ കണ്ടീഷൻ. നമ്മൾ എന്ത് ചെയ്തു? ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ എടുത്തു, b വിഡ്ത്ത് ഡെപ്ത് y ആയിട്ട് എടുത്തു. അപ്പോൾ അതിൻ്റെ ഏരിയ എന്തായിരിക്കും? by ആയിരിക്കും. വെക്റ്റർ പെരിമീറ്റർ വിൽ ബി b+2y ആയിരിക്കും. നമുക്കറിയാം ഓക്കെ ആയിരിക്കും. അപ്പം ഏരിയയിൽ നിന്നും b ഈസ് ഈക്വൽ ടു a/y എന്ന് കിട്ടും. അത് നമ്മൾ പിയിൽ കൊണ്ടിട്ട് വെച്ചു. ദെൻ നമുക്കറിയാം മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ ആണെങ്കിൽ p ഷുഡ് ബി മിനിമം. p മിനിമം മീൻസ് അതിന് കുറയാൻ പാടില്ല. വിച്ച് മീൻസ് അതിന് ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. ചേഞ്ച് ഇല്ല മീൻസ് എന്താണ്? ഡെറിവേറ്റീവ് 0. dp/dy ഈസ് 0. dp/dy ഈസ് 0. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ തെറ്റും. a ഈസ് കോൺസ്റ്റൻറ്റ്, അപ്പോൾ പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ a × -1/y² പ്ലസ് 2 ഈക്വൽ ടു 0. ഡെറിവേറ്റീവ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് മാത്സിലൊക്കെ. അപ്പം a ഈസ് ഈക്വൽ എന്ത് കിട്ടും? 2y². അപ്പുറത്തേക്ക് കൊണ്ടുപോയി ചെയ്തതാണ്. ആൻഡ് യു വിൽ ഗെറ്റ് y ഈസ് ഈക്വൽ ടു b/2.